നമസ്കാരം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കല എന്ന സ്ഥലത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ +1 പഠിക്കുന്ന പെൺപിള്ളേർ സ്കൂൾ വളപ്പിൽ മദ്യപിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു. നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിലല്ലേ, ഈ കന്യാകുമാരി തക്കല എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറിന്റെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കുറേ പേർ ചിന്തിക്കുന്നത്, ഇതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവമല്ലേ, ഇതിനെയൊക്കെ ഇത്രയും ഉയർത്തി കാണിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കുട്ടികളും പോയിട്ട് 50% കുട്ടികൾ പോലും ഇതൊന്നും ചെയ്യുന്നവരല്ലല്ലോ, ഒരു 10 ലക്ഷത്തിൽ ഒരാളൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാനും നമുക്ക് നിവൃത്തിയില്ല. കാലം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അതിനേക്കാളും വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന്. അവര് സ്കൂൾ വളപ്പിലിരുന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് മദ്യപിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതും മടമടാന്ന് പറഞ്ഞ് ആ കുപ്പി അതേപോലെ എടുത്ത് കമഴ്ത്തുകയാണ്. വീട്ടിൽ നിന്ന് കുടിക്കാൻ കൊടുത്തുവിട്ട വെള്ളം ഒപ്പം മിക്സ് ചെയ്ത് കുടിക്കുകയാണ്. കഴിക്കാനും എന്തൊക്കെയോ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് കാലത്തിൻ്റെ പോക്ക് എന്നോർത്ത് ആശങ്കപ്പെട്ടിരിക്കാതെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണെന്ന് പറയുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കളും മറ്റുള്ള ബന്ധുക്കളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട, അധ്യാപകരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട പരമാവധി കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ ഒരുപാട് ഓടാറില്ല, ഒരുപാട് പേരത് കാണാറില്ല. അക്കാര്യത്തിൽ എനിക്കൊരു വിഷമമുണ്ട്. സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള ഇത്തരം വീഡിയോകൾ പരമാവധി പേരിലേക്ക് എത്തിക്കാൻ നിങ്ങളും ശ്രമിക്കുക. പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം കൂട്ടുകെട്ടുകളുടെ സ്വാധീനമാണ്. കുറെ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കാണും, പിയർ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇവർ ഒരേ പ്രായക്കാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ആളുകൾ കാണും. അതിലൊരു ഹീറോ പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം ഞാൻ സംസാരിക്കണം, എന്നെ എല്ലാവരും ആശ്രയിക്കണം, ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു ഹീറോയായി മാറണം, ഒരു ഹീറോയിനായി മാറണം, നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കുട്ടികളിൽ ഉണ്ടാകും. ആ സമയത്ത് എന്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യം കാണിച്ചാണ്, അല്ലെങ്കിൽ എത്ര ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയാണ്, അല്ലെങ്കിൽ ആരും ചെയ്യാത്ത എന്ത് കാര്യം ചെയ്താണ് തനിക്കും വേറിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എന്ന് കുട്ടികൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ അതിലേക്ക് മറ്റുള്ളവരെ കൂടി വലിച്ചിടാനും ശ്രമിക്കും. താൻ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി ഉപയോഗിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളുടെ സ്വാധീനം കൊണ്ട് ഇത്തരം വഴിതെറ്റുന്ന പ്രവണതകളിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, ആരൊക്കെയായിട്ടാണ് കൂട്ടുകെട്ട്, എവിടൊക്കെയാണ് ഈ കൂട്ടുകാരികളുമായിട്ട് പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ പയ്യന്മാരെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ആൺകുട്ടികളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ആൺകുട്ടികളാണ് വഴിതെറ്റി പോകുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്, കള്ളു കുടിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, വഴിതെറ്റുന്നത് ആൺകുട്ടികളാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പെൺകുട്ടികളാകുമ്പോൾ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ എന്നൊക്കെയുള്ള ഒരു ചിന്ത അതൊക്കെ മാറിയിട്ട് കാലം കുറേ ആയി. പെണ്ണും ആണും എല്ലാം ഇപ്പോൾ ഒരുപോലെയാണ്. രണ്ട് കൂട്ടരെയും ഒരുപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിതെറ്റിപ്പോകാനും നമ്മുടെ കൈവിട്ടു പോകാനും സാഹചര്യം ഇന്ന് വളരെ കൂടുതലാണ്. എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും അവർക്കുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവരൊരു കാര്യം തീരുമാനിച്ചാൽ, നിശ്ചയിച്ചാൽ, ചെയ്യാൻ ഉറച്ചാൽ അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്നിപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെയും സിനിമയുടെയും ഒക്കെ ഒരു സ്വാധീനം. ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന റീൽസിലൊക്കെ ആണെങ്കിലും സിനിമകളിലൊക്കെ ആണെങ്കിലും ഈ മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് കാണിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണിക്കുന്നു. അതൊക്കെ ഒരു വൈബിൻ്റെ ഒരു എന്താണ്, അത് ചെയ്യുന്നത് ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആക്കുമെന്ന ഒരു തെറ്റിദ്ധാരണ ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്നു. ആ തരത്തിലുള്ള സിനിമകളുടെയും വെബ് സീരീസുകളുടെയും ഒക്കെ സ്വാധീനം വളരെ വലുതാണ്. കുട്ടികളൊക്കെ ഈ ഫോണിൽ ഇരുന്നുകൊണ്ട് വെബ് സീരീസുകളൊക്കെ കണ്ട് തകർക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ കുട്ടികളും സ്വയം ചിന്തിക്കും, ഇതിനെയൊക്കെ കാണുന്നവർ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, നല്ല കയ്യടി ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു മാസ് പ്രവൃത്തി ചെയ്തതുപോലെയാണ് അവർ കള്ളു കുടിക്കുമ്പോൾ അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു ഹീറോയിസം കാണിക്കണമെങ്കിൽ കള്ളു കുടിക്കാം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാം എന്നൊക്കെ ഒരു ചിന്ത ഇവരിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങളെ താങ്ങാനുള്ള ശേഷി കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞ പോയിന്റാണ്. നമ്മളൊക്കെ ജീവിച്ച കാലത്ത് നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ സമ്മർദ്ദങ്ങളെയും പരിഹരിച്ച് തരണം ചെയ്തൊക്കെ കടന്നു വരുമായിരുന്നു. എത്ര അടി കിട്ടിയാലും, സ്കൂളിൽ നിന്ന് എത്ര അടി കിട്ടിയാലും വീട്ടിൽ വന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നുകൂടി അടി കിട്ടുന്ന സാഹചര്യമായിരുന്നു. കാരണം തെറ്റെന്തെങ്കിലും ചെയ്യാതെ അധ്യാപകർ നിന്നെ ശിക്ഷിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവർ കൂടി ശിക്ഷിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ
നമ്മളെ അങ്ങനെ വീട്ടുകാർ അധികം ശാസിക്കുന്നില്ല, നമ്മുടെ കുട്ടികളെ വീട്ടുകാരധികം ശാസിക്കാൻ നിൽക്കുന്നില്ല, സ്കൂളുകളിലാണെങ്കിലും ഒരു കണക്കിനാണ് അധ്യാപകർ പോകുന്നത്, അവരും പേടിച്ചിട്ടാണ്. പിന്നെ അവർക്ക് കാര്യങ്ങൾ എവിടെയും തുറന്നു പറയാനില്ല എന്നൊരു തോന്നൽ, ആരുമായിട്ട് അധികം ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം അവരിപ്പോൾ ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒരു ഹായ് ബൈ ബന്ധമായി മാറിയിരിക്കുന്നു. ഒരുപാട് പേർ ചുറ്റുമുണ്ടെങ്കിലും, ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും, ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും അർത്ഥമില്ലാത്തതായിട്ട് അവയെല്ലാം ചുമ്മാതെ കിടക്കുകയാണ്. ജീവനില്ലാത്ത ബന്ധങ്ങളാണ് ഇപ്പോൾ ചുറ്റും അധികമുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ തുറന്ന് സംസാരിക്കാൻ ആരുമില്ല, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് പങ്കുവയ്ക്കാൻ ആരുമില്ല, പരിഹരിക്കാൻ ആരുമില്ല എന്ന തോന്നലൊക്കെ വരുന്നതോടുകൂടി ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് എങ്ങനെ അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ തരണം ചെയ്യണമെന്നോ അറിയില്ല. പിന്നെ ഈ മദ്യപിച്ചിട്ടൊക്കെ ഈ കുട്ടികൾ വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നത് നമ്മുടെ ഒരു സംശയമായിരുന്നു. ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരെ പിടിക്കില്ലേ, അല്ലെങ്കിൽ വീട്ടിലേക്കല്ലേ പോകുന്നത്? വീട്ടിലേക്കല്ല പോകുന്നതെങ്കിൽ എവിടെ പോകുന്നതെന്നാണ് രക്ഷകർത്താക്കളോട് ഇവർ പറഞ്ഞത്. അങ്ങനെ രക്ഷകർത്താക്കളുടെ സൈഡിൽ നിന്ന് നമ്മൾ കുറേ ചിന്തിച്ചു. അപ്പോൾ വീട്ടുകാർ അധികം ഒരു ശ്രദ്ധ കൊടുക്കാത്ത കുട്ടികൾ പരമാവധി ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വഴുതി വീണു പോകാറുണ്ട്. അപ്പോൾ കുട്ടികളെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം, കുട്ടികളുടെ മേലൊരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അധ്യാപകർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ചില കുട്ടികൾ പൈസ ചോദിക്കും, അതിന് ഫയല് റെക്കോർഡ് വയ്ക്കാനാണ്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഫീസിനാണ്, വിനോദയാത്രയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ കുട്ടി സാമ്പത്തികം ആവശ്യപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്കൂളിൽ നേരിട്ട് വന്നൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി പൈസ ചോദിച്ചു വാങ്ങുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഈ പൈസ ഉപയോഗിച്ച് കുട്ടി എന്ന ഒരു അന്വേഷണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്കൊന്നും പൈസ ചുമ്മാതെ കിട്ടുന്നതല്ല, കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ആ പൈസ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടി അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ് എന്നറിയാനുള്ള ഒരു ബാധ്യത, ഒരു കടമ ആ രക്ഷകർത്താക്കളുണ്ട്. അത് രക്ഷകർത്താക്കൾ ചെയ്യണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ, വീട്ടിൽ വന്ന് തുറന്നു പറയാൻ ഒരു സാഹചര്യം നിങ്ങൾ മനഃപൂർവ്വമാണെങ്കിലും സൃഷ്ടിക്കണം. കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് കഴിയണം. വേറെ ആരോട് പങ്കുവയ്ക്കുന്നതിന് മുമ്പും വേറെ ആരോട് പങ്കുവയ്ക്കുന്നതിനും പകരമായിട്ട് എന്ത് പ്രശ്നം ജീവിതത്തിൽ സംഭവിച്ചാലും, എന്ത് മാനസിക ബുദ്ധിമുട്ടുണ്ടായാലും അത് വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അത് ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കേണ്ടത്. ഓരോ വീട്ടിലെയും സാഹചര്യത്തെയും മനുഷ്യരെയും ഒക്കെ ആശ്രയിച്ചത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ടെക്നിക്ക് ആർക്കും പറഞ്ഞു തരാനൊന്നും പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് തുറന്നു പറയാനുള്ള ഒരു അവസരം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കുട്ടികളിലെ പെരുമാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത്രയും നാൾ പെട്ടെന്ന് ദേഷ്യപ്പെടാത്ത പ്രകൃതക്കാരിയായിരിക്കും, അല്ലെങ്കിൽ പ്രകൃതക്കാരനായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുന്നു, സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ ചില കൂട്ടുകാരുമായിട്ട് പ്രത്യേകിച്ച് കൂടുതലൊരടുപ്പം കാണിക്കുന്നു. ഇത്രയും നാളും ഇല്ലാതിരുന്ന പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികത്തിനുള്ള ആവശ്യം കൂടുന്നു. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നു. വീട്ടിൽ നിന്ന് ആഹാരം കൊടുത്തു വിടുമ്പോൾ വേണ്ട, പുറത്തുനിന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ കൊണ്ടുവരുന്നത് ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നു. ഇങ്ങനെ സ്കൂളിൽ താമസിച്ചു പോകുന്നു, അല്ലെങ്കിൽ വളരെ നേരത്തെ പോകുന്നു. ഇങ്ങനെ കുട്ടിയുടെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ട് വന്ന പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ അധ്യാപകരാണ്. പിന്നെ ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകും, എങ്ങനെ നിങ്ങളുടെ ജീവിതം അത് തകർക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമാക്കി കൊടുക്കുക. അതും വീട്ടുകാരും സ്കൂൾ അധികൃതരും ഒക്കെ മുൻകൈ എടുത്ത് അത് ചെയ്യണം. ലഹരിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ നിരന്തരമായിട്ടുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. കുട്ടിയെപ്പറ്റി എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അധ്യാപകർക്ക് അത് ഏത് സമയത്തും രക്ഷകർത്താക്കളുമായിട്ട് ആശയവിനിമയം നടത്താം. രക്ഷകർത്താക്കൾക്ക് തിരിച്ചും അവർ തമ്മിൽ നല്ല ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. കുട്ടി അതും മുതലെടുക്കും. എന്തൊക്കെ വന്നാലും അമ്മ ടീച്ചറിനെ വിളിക്കില്ല, അല്ലെങ്കിൽ ടീച്ചർ അമ്മയെ വിളിക്കില്ല എന്നൊക്കെ ഒരു ധാരണ കുട്ടികളിലും ഉണ്ടാവും. അത് അവരിൽ നിന്ന് മാറുകയും ചെയ്യും. എപ്പോഴും പറ്റുമെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഈ ക്ലാസ് ടീച്ചറും രക്ഷകർത്താക്കളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ കുട്ടി ലഹരി ഉപയോഗിച്ചതായിട്ട് കണ്ടുപിടിച്ചാൽ അവരെ നാട്ടുകാരുടെ മുന്നിൽ നാറ്റിക്കാതെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശിക്ഷയൊന്നും കൊടുക്കാതെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് വേണമെങ്കിൽ, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് വേണമെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ വൈദ്യസഹായം വേണമെങ്കിൽ അത് തേടണം. ഇതൊക്കെ ചെയ്യേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും കൂടി ചേർന്നാണ്. അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. നമ്മുടെ നാളെയുടെ പ്രതീക്ഷയാണ് കുട്ടികൾ. അവരിങ്ങനെ വഴിപിഴച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മുടെ നെഞ്ച് കത്തുകയാണ്. വളരെയധികം ആശങ്കയുണ്ട്. പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർക്കുക. കാര്യങ്ങൾ ഞാൻ പരമാവധി ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് കൂടുതൽ
കൂടുതലായിട്ടും ഷെയർ ചെയ്യുക. കുറേ ആളുകളുടെ ജീവനെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ, ജീവിതമെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ.